എല്ലാവർക്കും സുഖമല്ലേ? ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഉഴുന്ന് വേണ്ട, നാളികേരം വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഇതൊന്നും ചേർക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണ് കേട്ടോ. ഒരു കപ്പ് പച്ചരിക്ക് 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പച്ചരിയും ഉലുവയും കഴുകി എടുത്തിട്ടുണ്ട്. മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് 4 മണിക്കൂർ നമുക്കിത് കുതിർത്തി വെക്കാം. അരിയും ഉലുവയും കുതിർത്തി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരി കുതിർത്തിയ ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കാൻ പോണത്. അരിയുടെ കൂടെ നമുക്ക് ചോറ് അരയ്ക്കണം. അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് അരി ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ചോറിട്ട് അരച്ചാൽ മതി. അരി അരച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കൈകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ മാവ് ഒരുപാട് പൊന്തി പോകുന്നില്ല കേട്ടോ. നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടില്ലല്ലോ, പുളിച്ച് കിട്ടേ ഉള്ളൂ. അടച്ച് 10 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മണിക്കൂർ ആയിട്ടാ. ഒരുപാട് പുളിച്ച് പൊന്തിയിട്ടില്ല, എന്നാലും മാവ് പുളിച്ചുണ്ട് കേട്ടോ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എനിക്ക് മാവിൻ്റെ പാകം കറക്റ്റാണ്. നല്ലോണം കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക് കനം കുറഞ്ഞിട്ടുള്ള ദോശ ഉണ്ടാക്കാം. തട്ടുദോശ പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. രണ്ടും ഞാൻ കാണിച്ചു തരാം. മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡിയായി. നമുക്ക് എടുത്ത് മറിച്ചിടാം. നമുക്ക് തട്ടുദോശ റെഡിയാക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ബബിൾസ് ഒക്കെ വന്നാൽ തന്നെയാണ് നമുക്കൊക്കെ ഇഷ്ടമാവുള്ളൂ അല്ലേ. ഇനി നമുക്ക് മറിച്ചിടാം. അപ്പോൾ ദോശ റെഡിയായി. കല്ലിൽ നിന്ന് മാറ്റാം. പച്ചരിയും ചോറും മാത്രം ഉപയോഗിച്ച് നമുക്ക് തട്ടുദോശ റെഡിയാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാക്കാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.